ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ പുതിയ സമര നീക്കവുമായി ആം ആദ്മി പാർട്ടി. MP സഞ്ജയ് സിംഗ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അഭിഭാഷകരെ കാണാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന കെജ്രിവാളിൻ്റെ അപേക്ഷ നാളെ റൌസ് കോടതി പരിഗണിക്കും. മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയുടെ ഇടക്കാല ജാമ്യാപേക്ഷയിലും റൌസ് കോടതി ഇന്ന് വിധി പറയുമെന്ന് അറിയുന്നു. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, പറയൂ, ഡൽഹിയിലെ അവസ്ഥയ്ക്ക് എന്താണ് രാധാകൃഷ്ണൻ? തെരഞ്ഞെടുപ്പ് ചൂടായോ? SKN തെരഞ്ഞെടുപ്പും ചൂടായി, അന്തരീക്ഷവും ഏതാണ്ട് ചൂടായി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് SKN ചോദിക്കുമ്പോൾ ഞാൻ ഈ അന്തരീക്ഷം നല്ല അന്തരീക്ഷമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊക്കെ രാവിലെ നല്ല ചൂടിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ അത്രയും ഒരു ചൂടിലേക്ക് വന്നിട്ടുമില്ല. 35 ഡിഗ്രി അങ്ങനെയുള്ള ഒരു ശരാശരി എന്ന കണക്കിലാണ് ഡൽഹിയിലും ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ചൂടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം SKN, ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ചൂട് വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നും ഉഷ്ണതരംഗമാകും എന്നുമുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പാണ്. ഉത്തരേന്ത്യയിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാ പാർട്ടികളും കൊടുമ്പിരി കൊള്ളുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന് ഈ ചൂട് ഭീഷണിയാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സമാന്തരമായിട്ട് ഈ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വലിയ രീതിയിൽ ചൂടുപിടിക്കുന്നു. SKN സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടി അതിൻ്റെ അധ്യക്ഷ രൂപത്തിലുള്ള അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തെ ഇപ്പോഴും അദ്ദേഹം ആ പദവി ഒഴിയാതെയാണ് ജയിലിൽ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ പോർമുഖം തുറക്കാൻ, പുതിയ തന്ത്രങ്ങൾ, പ്രതിഷേധത്തിൻ്റെ തന്ത്രങ്ങൾ തുറക്കാനാണ് ആം ആദ്മി തീരുമാനിച്ചിരിക്കുന്നത്. ജയിൽ മോചിതനായ MP, ഇതേ കേസിൽ ജയിൽ മോചിതനായ MP സഞ്ജയ് സിംഗ് ഇത് ഇന്ന് വിവരിക്കാനായി വാർത്താ സമ്മേളനം 10 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി വരും ദിവസങ്ങളിൽ പ്രചരണം എന്നുള്ളത് പ്രതിഷേധത്തിലൂടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് നടത്തുന്നത്. പ്രചരണവും പ്രതിഷേധവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നുകൊണ്ട് ആ പ്രചരണത്തെയും പ്രതിഷേധത്തെയും നയിക്കുക, ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനം എന്താണ് തന്ത്രമെന്ന് ഇത് ആം ആദ്മി പാർട്ടി ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആ തന്ത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സഞ്ജയ് സിംഗ് ഇന്ന് വെളിപ്പെടുത്തും. അറിയാൻ സാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിന് സമാന്തരമായിട്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയങ്ങൾ ഡൽഹിയെയും സമീപ സംസ്ഥാനങ്ങളെയും തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ചൂട് ആക്കിയിട്ടുണ്ട്. ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജിയിലുള്ള അപേക്ഷയിലുള്ള ഉത്തരവ് നാളെയാണ് കോടതി പറയാനായിട്ട് പോകുന്നത്. 2 ദിവസമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് അഭിഭാഷകനെ ഒരാഴ്ച കാണാനായിട്ട് അനുവാദം ഉള്ളത്. ഇത് 5ആയി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭ്യർത്ഥന. ഇതിന്മേൽ ED ശക്തമായിട്ടുള്ള എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ഡൽഹി റൌസ് കോടതി നാളെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അപേക്ഷയിൽ മറുപടി പറയാനായി പോകുന്നത്, അഥവാ ഉത്തരം നൽകാനായി പോകുന്നത്. SK. താങ്ക് യു രാധാകൃഷ്ണൻ.